ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആയിരങ്ങൾ മുടക്കി, അതായത് നമുക്ക് അറിയാം ഓരോ തവണയും ഓരോ എക്സാം കോഴ്സസ് എന്ന് പറയുന്നതും എന്താണ് നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ആയിരങ്ങൾ മുടക്കി ഈ ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കോഴ്സസ് പർച്ചേസ് ചെയ്യണോ? അതായത് ഓഫ്‌ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസിലൊക്കെ പോയി ചാടണോ? അങ്ങനെ ചാടുന്നത് കൊണ്ട് കാര്യമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഉള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇത് മേ ബി ഇതുമായിട്ട് കുറേ പേരൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ചിലരൊക്കെ ഇതിനെ വേണേ ഒപ്പോസ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. എനിക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ഇത്രയും നാളത്തെ ഒരു പ്രിപ്പറേഷനിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഞാനതിനെ മാനിക്കുന്നു. ഓക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഈ ബാങ്ക് എക്സാം എന്ന് പറയുന്നത് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയാണോ എന്നൊക്കെ ഡൗട്ടുള്ള ഒത്തിരിയും പേരുകൾ കാണും. അപ്പോൾ അവരുടെയൊക്കെ ഒരു എന്താണ് മനസ്സിലെ ആ ഒരു ക്വസ്റ്റ്യൻസിനെ ഒന്ന് അതിൻ്റെയൊക്കെ ഒരു ആൻസേഴ്സ് കൊടുക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഈ എക്സ്പെൻസീവ് കോഴ്സസ് എന്ന് പറയുന്നത് അത് ആവശ്യമുള്ളൊരു കാര്യം അല്ല. ദാറ്റ്സ് നോട്ട് എന്താണ് നെസസറി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ കോഴ്സിന് ചേർന്ന ഒരു വ്യക്തിയായിരുന്നു. ഓൺലൈൻ കോഴ്സിന് ഞാൻ ചേർന്നു. ബട്ട് എനിക്ക് അതിൽ നിന്നും ഒരു ഔട്ട്കമും കിട്ടിയില്ല. കംപ്ലീറ്റ്ലി ഞാൻ യൂട്യൂബിൽ നിന്നാണ് എൻ്റെ ക്ലാസ്സസ് ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചത്. ആൻഡ് ഞാൻ ഇത്രയും വരെ എത്തി നിൽക്കുന്നത്, അതായത് പ്രിലിംസ് കഴിഞ്ഞ വർഷങ്ങളിലെയുമൊക്കെ പാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ടുള്ള എല്ലാ പ്രിലിംസും ഞാൻ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് SBI PO പ്രിലിംസ് വരെ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയും ഞാൻ പഠിച്ചത് കംപ്ലീറ്റ്ലി YT ക്ലാസ്സസിൽ നിന്ന് മാത്രമാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു YT ക്ലാസ്സസിൽ നിന്ന് മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മേ ബി ഡൗട്ട് തോന്നാം. ഞാൻ കള്ളം പറയുകയാണോ? അതോ അല്ലെങ്കിൽ ഞാൻ പല പല പ്ലാറ്റ്ഫോംസും പല ഓൺലൈൻ കോഴ്സസും നമ്മൾക്ക് ലഭ്യമാണ്. ഈവൻ ദോ എന്താണ് മലയാളമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് മലയാളത്തില് വളരെ കുറച്ച് എന്താണ് പ്ലാറ്റ്ഫോംസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്നതിൽ ഏതാണ് ഓരോരുത്തർ ഓരോ അഡ്വർടൈസ്മെന്റ്സ് പറയുമ്പോൾ അതിൽ വിശ്വസിച്ച് പോയി ചാടി ചിലപ്പോൾ അവരുടെ നമ്മളുടെ പൈസയും നമ്മളുടെ ടൈമും ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്ത് ഒന്നും കിട്ടാണ്ട് പോയവർ പലരും കാണും. അപ്പോൾ അവർക്ക് ഒക്കെ വേണ്ടിയിട്ടും അത് അങ്ങനെയുള്ള ഒരാളായി നിങ്ങൾ മാറരുത്. ഇപ്പോൾ പുതിയൊരു എക്സാം ഫീൽഡിലോട്ട് വന്ന ഒരാളാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ടൈം പോവരുത് എന്ന് കരുതിയാണ് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. സോ, ഇപ്പോൾ ഞാൻ ഒരു പ്ലാറ്റ്ഫോമിനെ എടുത്ത് പറയുന്നില്ല. നമ്മളുടെ നാട്ടിൽ പല പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഈ ഇപ്പോൾ നമുക്ക് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ തന്നെ പല കുട്ടികൾ ഇന്ന കോച്ചിങ് സെന്റർ നല്ലതാണോ? ഇന്നത് നല്ലതാണോ? അങ്ങനെ, അങ്ങനെ, അങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ അവിടെ പഠിച്ചിട്ട് ഇറങ്ങിയവരും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അങ്ങനെയുള്ള പലരുടെ എക്സ്പീരിയൻസസ് നമുക്ക് മനസ്സിലാകും. അതിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഒരു കോച്ചിങ് സെന്ററും അത്രമേൽ പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. പഠിച്ചിറങ്ങിയവർക്കൊന്നും അത്രമേൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഒരു 60% 70% വരെ ഓക്കെ ആയിട്ടുള്ള എന്താണ് കോച്ചിങ് സെന്റേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ അത്യാവശ്യം വീട്ടിൽ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ, ഒരു എൻവയോൺമെന്റും അതുപോലെ തന്നെ പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മൈൻഡും ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് പഠിച്ച് എന്താണ് ഇന്ന സമയം എനിക്ക് അലോട്ട് ചെയ്ത് പഠിക്കാം എന്നുള്ള ആ ഒരു മൈൻഡും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്താണ് ഫ്രീ YT ചാനൽസ് യൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. YT ചാനൽസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എന്താണ് മെയിനായിട്ട് വേണ്ടത് ആ ഒരു മൈൻഡ് വേണം. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ വേണം. സാഹചര്യങ്ങൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയും മറിച്ചും എടുക്കാവുന്നതാണ് നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച്. എന്നാൽ പോലും നിങ്ങൾക്ക് എന്താണ് ആരും എന്താണ് പുഷ് ചെയ്യാതെ ആരും എന്താണ് മൊബൈൽ സ്ക്രോളിങ്ങിലോ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി എടുത്തിട്ട് YT ചാനൽസ് കാണാൻ വേണ്ടി എടുത്തിട്ട് റീൽസിലോ അതുപോലെ തന്നെ ഷോർട്സിലോ ഒക്കെ പോയി ടൈം കളയാൻ അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി ഒരു കോഴ്സ് ചേരാം. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസയർ ഉണ്ട്. എനിക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആ ഒരു YT ചാനൽസ് നോക്കി പഠിക്കാവുന്നതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ എല്ലാ പ്രിലിംസും അതുപോലെ തന്നെ എല്ലാ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ എന്താണ് കോച്ചിങ് ഇല്ലാണ്ട് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണുന്നത് ഫുൾ ഹിന്ദി ക്ലാസ്സസ് ആയിരുന്നു. എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഹിന്ദി പ്ലാറ്റ്ഫോംസ് ആണ്. ആൻഡ് എന്താണ് എന്നോട് ചോദിക്കുവാണ് നിങ്ങൾക്ക് ഹിന്ദി ഇത്രമേൽ അറിയാമായിരുന്നു ഈ ഒരു കോഴ്സസ് ഒക്കെ പഠിക്കാൻ അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സസ് എനിക്ക് ഹിന്ദി ക്ലാസ്സസ് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നവരോട് ഞാനും ഒരു സാധാ മലയാളി ആണ്. അപ്പോൾ എനിക്കും ഹിന്ദി അത്രമേൽ അറിയാവുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. ബട്ട് എൻ്റെ നെസസിറ്റി എന്താണ്? എനിക്ക് ക്ലാസ് വേണം. ക്ലാസ് എന്ത് വേണം? എനിക്ക് നല്ല ക്ലാസ്സസ് വേണം. നല്ല ക്ലാസ്സസ് എൻ്റെ മദർ ടങ് ആയിട്ടുള്ള മലയാളത്തിൽ എനിക്ക് ലഭ്യമായിട്ടുള്ളത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഞാൻ കൊണ്ടുപോയി ആദ്യം തന്നെ മണി കളഞ്ഞിട്ടുണ്ട്. ഒരു കോച്ചിങ് സെന്ററിൽ പോയി. അപ്പോൾ എന്താണ് ഇനിയും അങ്ങനെയുള്ള ഒരു എന്താണ് ഇത് ഇനിഷ്യേറ്റീവിലോട്ട് ഞാൻ എടുത്ത് ചാടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ കൺസേൺസ്. അതുകൊണ്ട് തന്നെ ഞാൻ വിത്തൗട്ട് കോച്ചിങ് പോണമെന്നും അതുപോലെ തന്നെ മലയാളം എനിക്ക് ലഭ്യമല്ല എന്നുള്ളത് എനിക്ക് പല വീഡിയോസിൽ നിന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഹിന്ദി ക്ലാസ്സസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഹിന്ദി ക്ലാസ്സസ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആയിട്ട് കാണാൻ തുടങ്ങി. റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു റെപ്പറ്റീഷൻ എനിക്ക് എന്താണ് എനിക്ക് ഉള്ളിൽ ഒരു കോൺഫിഡൻസ് തന്നു. എനിക്ക് ഈ ഹിന്ദി ക്ലാസ്സസിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നു. അങ്ങനെയാണ് ഞാൻ ഹിന്ദി ക്ലാസ്സസ് മനസ്സിലാക്കി. ഞാൻ എൻ്റെ എല്ലാ ബേസിക്സും ഈ ഹിന്ദി ക്ലാസ്സസിൽ നിന്ന് തന്നെയാണ് കണ്ട് എന്താണ് ഈ ഒരു ലെവലിലോട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും പറയാം ഹിന്ദി അറിയാത്ത ഒരാൾക്കും ഈ ബേസിക്സ് നമ്മൾക്ക് ഹിന്ദി ക്ലാസ്സസിൽ നിന്ന് തന്നെ കണ്ട് പഠിക്കാം. അതിന് നിങ്ങൾ നിങ്ങളുടെ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ ആ പഠിക്കുന്ന കാര്യത്തിന് അത്രമേൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു എന്താണ് ഇപ്പോൾ നമുക്ക് അവർ പറയും ഇപ്പോൾ 15 എന്നുള്ളത് ഹിന്ദി പറയുവാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷേ എന്നാലും അതിനെ ഒന്ന് കാമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഹിന്ദി ക്ലാസ്സസിൽ നിന്ന് തന്നെ ബെനിഫിറ്റ് ആവാൻ പറ്റും. അതും ഞാൻ ഫ്രീ സോഴ്സസ് ആണ്. ഞാൻ ഈ ഒരു എന്താണ് ഈ വർഷം മുതലാണ് അതായത് ഈ ഒരു സ്റ്റാർട്ടിങ് മുതലാണ് പെയ്ഡ് സോഴ്സസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതിനു മുൻപ് ഞാൻ ഈ കിട്ടിക്കൊണ്ടിരുന്ന ഫ്രീ സോഴ്സസ് ആയിട്ടുള്ള ഫ്രീ ടെലിഗ്രാം ചാനൽസിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രീ പിഡിഎഫ്സിൽ നിന്നൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ബേസിക്സിനെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്രീ പോരാ. അതായത് കുറച്ചുകൂടി എനിക്ക് വേണം. അതുപോലെ തന്നെ എനിക്ക് തപ്പി നടക്കാൻ സമയമില്ല എന്നുള്ള ആ ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത് പെയ്ഡ് സോഴ്സസിലോട്ട് അതായത് എനിക്ക് ആദ്യം ട്രസ്റ്റ് ചെയ്യാൻ വയ്യായിരുന്നു. ഞാൻ ആകെ ഒരു പെയ്ഡിൻ്റെ മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോം മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ പൈസ വെറുതെ പോവോ? എനിക്ക് ആദ്യം കിട്ടിയ ഒരു അനുഭവത്തിൽ നിന്ന് എൻ്റെ പൈസ വെറുതെ പോവോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ എന്താണ് പെയ്ഡിലോട്ട് ഒന്നിനും പോയില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇതുപോലെ തന്നെ അഫയേഴ്സ് ക്ലൗഡ് ആണെങ്കിലും പെയ്ഡ് ആയിട്ട് എടുക്കാനും അതുപോലെ തന്നെ ഗൈഡ്ലി ആണെങ്കിലും പെയ്ഡ് ആയിട്ട് എടുക്കാനും ഞാൻ തുടങ്ങിയത്. ആൻഡ് അത് രണ്ടും ചെയ്തത് എൻ്റെ ഒരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. അത് രണ്ടും എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ എന്താണ് പെയ്ഡ് ആയിട്ട് എടുക്കുന്നത്. അത് എന്താണ് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ആഹ്, പിഡിഎഫ്സ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി പല വീഡിയോ ക്ലാസ്സസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിനാണെങ്കിൽ നിമിഷ മാം ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് നിമിഷ മാമും ഓക്കെ വെയിറ്റ്. ഇംഗ്ലീഷിന് നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ക്ലാസ്സസ് ആണ് ഫോളോ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ക്വാൻസിന് ഞാൻ തുടക്കത്തിലൊക്കെ ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൗശിക് അഡ്വാൻസ് ലെവലിലോട്ട് വന്നപ്പോഴാണ് കൗശിക് സാറിൻ്റെ ക്ലാസ്സസ് കാണാൻ തുടങ്ങിയത്. ദെൻ അതുപോലെ തന്നെ റീസണിംഗ് ആണെങ്കിലും അഡ്ഡയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ബാക്കിയുള്ള സൗരവ് സാറിൻ്റെ ക്ലാസ്സസ് ഫോളോ ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് സ്മൃതി മാമിൻ്റെ ക്ലാസ്സസ് ഫോളോ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കോഴ്സസ് പർച്ചേസ് ചെയ്യണോ എന്നുള്ള ഡൗട്ടായിട്ട് നിൽക്കുന്നവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ കോഴ്സസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ടൈമും അതുപോലെ തന്നെ വേറെ ആരും പുഷ് ചെയ്യേണ്ട എന്നുള്ള ആ ഒരു രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേറൊരു കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് ഈ വൈറ്റി ക്ലാസ്സസിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. അങ്ങനെ ഒരു എന്താണ് പെയ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു ഓഫ്‌ലൈൻ പ്ലാറ്റ്ഫോമിൽ പോയാൽ മാത്രമേ നമ്മൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. ഓക്കെ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടും എക്സാം പാസ്സാവാൻ പറ്റുന്നതാണ്. അപ്പോൾ
ഞാൻ എന്തൊക്കെ സോഴ്സസ് ആണ് ഓരോന്നിനും യൂസ് ചെയ്യുന്നതെന്നുള്ളതിനൊക്കെയുള്ള സെപ്പറേറ്റ് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട എന്ന് കരുതി. സോ നിങ്ങളെ അതായത് നമുക്ക് ഓഗസ്റ്റ് മുതൽ അടുത്ത എക്സാം സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിന് മുൻപായിട്ട് നിങ്ങൾ വേറെ ഒത്തിരിയും തവണ അന്വേഷിച്ചിട്ടും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു 100ൽ ഒരു 50% മാത്രമേ ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു കോച്ചിങ് സെന്ററിനെ കുറിച്ചോ ആൾക്കാർ നല്ലത് പറയുന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യുക. അവിടെ പോയി നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം ബുദ്ധിക്ക് വരുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി വൈറ്റി പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. സോ ദിസ് ഈസ് മൈ ഹോണസ്റ്റ് റിവ്യൂ. അപ്പോൾ ഇത്രയുമുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.